ഞാൻ പൽപ്പു, ഇതെന്റെ ഭാര്യ പല്ലവി, ഇത് പിന്നെ കല്യാണ ചെറുക്കൻ ഫാൽഗുണൻ. ഒന്ന് ചിരടാ, നല്ലോണം വിടരട്ടടാ. ഇവരുടെ തറവാട് പല്ലനേരിയില്ല, ഞാൻ പല്ലാവൂർത്താറില്ല. ഇപ്പൊ സെറ്റിൽ ചെയ്തിരിക്കണ പല്ലിശ്ശേരിയില്ല. എന്താ അറിയില്ല. ആരാ? എന്താപ്പത്? പങ്കൻ ഓറാക്കൂ. എന്നാ പങ്കന്റെ എല്ലാം ഒടിഞ്ഞത് തന്നെ. കല്യാണം മുടക്കണ കേസാണേ. നിങ്ങൾ ആരാന്നാ ചോദിച്ചത്? ഈ കൊച്ചിനെ അച്ഛനോട് ചോദിക്കും. എന്താ പറഞ്ഞേ മോനെ എന്തേ കേക്കണേ? സത്യമായിട്ട് എനിക്കൊരു അറിയില്ലമ്മേ. അറിയില്ലല്ലേ? പള്ളിപ്പുറം പള്ളിയിലെ പെരുന്നാളിന് കച്ചവടത്തിന് വന്നത് ഓർക്കണുണ്ടാ നിങ്ങള്? അന്ന് എന്താ നിങ്ങൾ എന്നോട് പറഞ്ഞത്? ഈ മിഴികൾ എത്ര മനോഹരം. അന്ന് തന്ന ചെറിയ ഡെപ്പോസിറ്റാ പലിശ അടക്കം വളർന്ന് ദേ ഇപ്പൊ ഈ പരുവത്തിലായത്. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണേ? ഈ കൊച്ചിന്റെ അച്ഛനെ ആരാണെന്ന് തെളിയിക്കണ DNA സർട്ടിഫിക്കറ്റ് ഇട്ടാണ് ഞാൻ വന്നേക്കണത്. ദേ നോക്ക്. ഉണ്ടോ? ഉണ്ടല്ലോ മിസ്റ്റർ അച്ഛൻ. We are in. കൂടുതൽ തെളിവിന് ഞങ്ങളുടെ കൊച്ചിന്റെ കുണ്ട പോലെ നിൽക്കണ ഈ പല്ല് തന്നെ ധാരാളാണ്. അല്ല, ഇതെന്താ പകർച്ചവ്യാധിയോ? ഏതായാലും എന്നെ പൈതൃകം തെളിയിച്ചു. മോളെ മുത്തച്ഛനടുത്ത് വന്നേ. ഇറങ്ങടോ ഇവിടുന്നു. ഒരു പല്ലം ഫാമിലി വന്നിരിക്കുന്നു. അല്ല, ഞങ്ങൾ കൂടുതലൊന്നും വേഗം ചെല്ലളിയാ. ആരും പ്രശ്നം ഉണ്ടാക്കല്ലേ. വരണം വരണം. ചേട്ടാ ക്ഷമിക്കണം, ഞങ്ങൾ കളേഷോടെ ആൾക്കാരാ. ഈ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ആങ്കർ പിങ്കി. അയ്യോ അമ്മേ, പിങ്കി. എന്റെ ഈശ്വര, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സോറി, ഈ നല്ല മുഹൂർത്തത്തിൽ തന്നെ നിങ്ങളിങ്ങനെ മണ്ടം കളിപ്പിച്ചതിൽ ക്ഷമിക്കണം. TV കണ്ടിട്ടേ ഉള്ളൂ, നേരിട്ട് കണ്ട ആദ്യമായിട്ടാ. എന്തായാലും ചെക്കൻ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു മണ്ടൻ കിരീടണിയണം. ഇതും കൂടി. ഓക്കെ, ഇനി എല്ലാവരും ക്യാമറയ്ക്ക് വേണ്ടി ഒന്ന് പോസ് ചെയ്തേ. ഞങ്ങളോട് സഹകരിച്ച എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ സമ്മാനം ഉണ്ട്. പിടിച്ചേ. ഓക്കെ, ബൈ ബൈ. എടാ രാഹുലേ, എന്ത് പറ്റി? ക്യാമറ പോയി. ബ്ലേഡുകാരും കൊണ്ടുപോയി. അവരോട് കടം വാങ്ങിയിട്ടാണ് കഴിഞ്ഞ തവണ നിന്റെ അച്ഛന്റെ വെട്ടിന് മർമ്മ ചികിത്സ നടത്തി. കടം കിട്ടും പറഞ്ഞാൽ കടിക്കുന്ന പട്ടിക്കും വില പറയും. ഇതിനു മുമ്പ് അളിയന് വേണ്ടി ഞാൻ ജാമ്യം നിന്ന കാശ് വാങ്ങിയ ഒരു ടീം ഇപ്പൊ സ്റ്റുഡിയോയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിനടിച്ചു മാറ്റിയതാ മുത്തശ്ശന്റെ മാല. അപ്പൊ സംഗതി സോൾവ് ആയി. ഇത് വിറ്റ 2 കടവും തീർക്കാം. കഴുത്തിരിച്ച് കൊല്ലം അറിയാഞ്ഞിട്ടല്ല. എന്നാ കൊല്ലടാ. ഈ നിക്കണ എന്റെ അമ്മായിയപ്പനെ എന്നെ കൊണ്ട് മതി. നീ വണ്ടി എടുത്തേ. എത്രയും പെട്ടെന്ന് ക്യാമറ കൈപ്പറ്റിയില്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് മുടങ്ങും. എന്ത് ചെയ്യാനാ? കാസറ്റോ അതിലായി പോയി. ഓരോ ദിവസം ഓരോ പുലിവാലായിട്ട് ഇറങ്ങിക്കോളൂ. എടാ, കടം വീട്ടാൻ ആർക്കും പറ്റും, പക്ഷെ അത് മേടിച്ചുവിട്ടുള്ള പാടെ എനിക്കറിയാൻ പാടുള്ളൂ. ഈ ജഡ പണയം വെച്ച വല്ലതും കിട്ടുവോ? കുട്ടൈഫും ഗോപിയ രോഗം. ഞാനൊരു കല്യാണം കഴിച്ചു. അതൊരു രോഗമല്ലല്ലോ. ആണ്. ഒരച്ഛന്റെ ഒരേ ഒരു മോളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഞങ്ങളുടെ ജീവിതം തികച്ചും സന്തുഷ്ടമായിരുന്നു. പാലിൽ പഞ്ചാര കളിക്ക പോലെ. ഭാര്യക്കാൾ എന്നെ പ്രേമിച്ചത് എന്റെ അമ്മായിയപ്പനായിരുന്നു. അയ്യേ തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹത്തിന് നല്ലൊരു പിതൃഹൃദയം ഉണ്ടായിരുന്നു. ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം നിർബന്ധിച്ച് എനിക്ക് ശ്രീധരമായ ഒരു ടെമ്പോ ട്രാവലർ വാങ്ങിച്ചു തന്നു. അത് ട്രയലൊടിച്ച ശുഭമുഹൂർത്തത്തിലാണ് അത് സംഭവിച്ചത്. എന്താ ഒന്നെ ഗോപിക്കുട്ട? എന്താ അച്ഛാ? അച്ഛനൊന്ന് പ്രാർത്ഥിച്ചോട്ടേടാ. ഓ, ഇതാണോ ഗിയർ? ഈശ്വരാ, എന്റെ മരുമോന് സഹപാഠി. അയ്യോ അയ്യോ, ഈ നോക്കൂത്തി ആരാ കൊണ്ടുവച്ചത്? അന്നൊരു കാൽപ്പഴ പറ്റിയതാ. ചത്താ? കൊല്ലു ഞാൻ. ചത്തെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ പയറ് പോലെ ഓടി നടക്കണം. അന്ന് വട്ടായതാ. ഇപ്പൊ രാവും പകലും ബ്രാൻഡി അടിച്ച് ബാൻഡും കൊട്ടി മധുര 16കാരിയായ മോക്ക് കാവലിരിക്കുക. ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, അവിൽപ്പതി, എന്തിന് ചോറും പതി വരെ ഞാൻ പ്രയോഗിച്ചു നോക്കി. വട്ട് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. വൈദ്യരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം, എന്നാലേ എനിക്കൊരു ദാമ്പത്യമുള്ളൂ. അണ്ടർവെയറിന് കടുങ്കെട്ട് വീണതുപോലെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. മതമിളകിയ കൊമ്പനെ മർമ്മത്തിൽ ചൂണ്ടി നിർത്തിയവനെ ഈ കേശാനന്ദ സ്വാമികൾ പിന്നെയല്ലേ ഈ കുഴിയാനാ. കിഴിപിടിക്കൂ.
എല്ലാം എന്റെ അളിയന്റെ ഭാഗ്യം. അയ്യോ എന്റെ അമ്മേ, എന്റെ കൊല്ലാമല്ലേ, നിന്റെ അച്ഛന് വണ്ടി കൂടിയടാ. അയ്യോ വേണ്ട വേണ്ട, എന്നോട് കളിക്കല്ല, ഞാൻ കൊണ്ടുവരല്ലേ നിർത്തും. എന്റെ ഹെൽമെറ്റ് വന്നിട്ട് പോ. അങ്ങോട്ട് പോണ്ട, കാശ് കൊടുക്കാനുള്ളതാ. ഈ വീട്ടിൽ ഓടിക്കരുത്, ഞാൻ അടഞ്ഞ മഹാപശക. നീ ആരാ കൊമ്പനാണ്? നിക്കാനാ പറഞ്ഞേ. വല്ലുവട്ടൻ, ഇവനെ ഞാൻ കൊല്ലും. ഇതെന്താ ഇല്ലയാ? ചൂടിനടിക്കരുത്, നിന്റെ അപ്പനടി. ഇയാളെന്താ കമന്ന് കിടന്ന് മണ്ണ് തിന്നണം? ഇവൻ എന്നെ ഓടിച്ച് ഹിമാലയം വരെ കയറ്റുമെന്നാ തോന്നുന്നത്. ഹെൽമെറ്റ് കിട്ടി, ഭാഗ്യം പൊട്ടിയില്ല. പൊട്ടി. താങ്ക് യു ഏട്ടാ. അവിടെ നിൽക്കാൻ ഞാൻ സൂപ്പിക്കടാ. അയ്യോ എന്നെ ഓടിക്കില്ല, ഞാൻ തുപ്പും. ഞാൻ കാർക്കിച്ചത് പോടാ, കൊല്ലും ഞാൻ നിന്നെ. പിന്നെ അയ്യോ ഇവിടെ ഒളിക്കാൻ ഒരു ഗുഹ പോലും ഇല്ലല്ലോ. എൻ്റെ അമ്മോ, അയ്യോ എവിടെ ആളുടെ മുമ്പ് നീ അവന്റെ മുടി ഞാൻ പൊട്ടടിക്കും. രക്ഷപ്പെട്ടു. വട്ടം കഴിഞ്ഞപ്പോ പട്ടി, എന്നാൽ വട്ടനേക്കാൾ ഭേദവാ പട്ടി. ഉള്ളാനിരിക്കണേനല്ലേ ഇത് ഞാൻ മുള്ളിക്കാടാ. ഓ പെനാൽറ്റി കിട്ടിയത് ഭാഗ്യം. നിൽക്കാനല്ലേ ഞാൻ ഓടുന്നത്. ഇതെവിടെ പോയി? അയ്യേ, എല്ലാം പോയി. ஐயோ கடவுளே கடவுளே, என்னாச்சடி? யாரு மேல ஏறி எல்லாமே பார்த்தாச்சு. பார்த்தாச்சா? எல்லாமே பார்த்தாச்சா? நானே இது வரைக்கும் ஒண்ணுமே பார்த்ததில்லை. ഈ ഹെൽമെറ്റ് വെച്ചാൽ ആരും തിരിച്ചറിയില്ല. ഇവന് ഞാൻ കാശ് കൊടുക്കാനില്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും ഒളിക്കാം. ഇവിടെ ആകുമ്പോ ഒരു പട്ടിയും കാണില്ല. ഈശ്വരാ, പട്ടി മാത്രമല്ല അവിടെ. മൊട്ടാഭിഷേകോ? താൻ എന്ത് മണിയാണോ കാണിച്ചത്? മൊട്ട പൊട്ടിന്ന് തോന്നുന്നു. എവിടെ ഒന്ന് ഒളിക്കുക? എവിടെ നിന്നാണ് ഒരു മുട്ടയുടെ നാറ്റം? നായിന്റെ മോനെ എവിടെ പോയി ഒളിച്ചു? ഞാൻ തുമ്മിയ മണ്ട ചുമ്മാതല്ല വട്ടം വിളിക്കണത്. മോളു നിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോയി വേതാളം? അവനെ നീ ഞാൻ പാതാളത്തിലാക്കും. ഈ വട്ടനെ ചികിത്സിക്കാൻ കണ്ടൊരു നേരം, ഇതിപ്പോ എന്നെ ചികിത്സിക്കേണ്ട ഗതിയായി. അയ്യോ അയ്യോ, അയ്യോ കള്ള സമയം പേടിച്ച് ഓടിപ്പോയെന്നാ തോന്നണത്. കരിപ്പൂതത്തിന് തീ പിടിച്ചേ. ഭൂതമണ്ടേ, കുട്ടി പോടാ തെണ്ടി. നിർത്ത് നിർത്ത് നിർത്ത്. അതെയോ? ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ഓഹോ, പെണ്ണിന്റെ മുഖം തൊടുത്തിട്ടുണ്ടല്ലോ. എവിടെ കക്ഷി? ഇത്തിരി ചോക്ലേറ്റ് ആണെങ്കിലും ആള് കൊള്ളാം. എന്തായാലും ഞാൻ ഗ്രീൻ സിഗ്നൽ തന്നിരിക്കുന്നു.
കണക്ഷൻ പ്രീപെയ്ഡോ അതോ പോസ്റ്റ് പെയ്ഡോ? പോടാ, ഇത് ലൈഫ് ലോങ്ങാ. ജീവിതത്തിൽ ഇതുവരെ ഒരു ദുസ്വഭാവം ഇല്ലാത്ത ഈ പെണ്ണിനോട് പ്രേമിക്കാൻ പറഞ്ഞത് ഞാനാ. ഇല്ലെങ്കിൽ ജാതകദോഷത്തിന്റെ പേരും പറഞ്ഞ് അമ്മയും മുത്തശ്ശനും ചേർന്ന് ഏതെങ്കിലും ഒരു കോന്നനെ ഇവളുടെ തല കെട്ടിവെക്കും. പ്രേമമാകുമ്പോ ഒരു സെലക്ഷൻ ഉണ്ടല്ലോ. ഹലോ, നമ്മുടെ കാര്യത്തിൽ മാത്രം നീ ഒരു കരിങ്കാലി. അതെ, എന്റെ ഇൻകമിംഗ് കോൾ മിസ് കോൾ ആക്കരുത്. പോടാ ഡാഷ്. അതെ, വേറെ എന്തൊരു സർപ്രൈസ് ന്യൂസ് ഉണ്ടെന്ന് പൂജ ടീച്ചർ പറഞ്ഞല്ലോ. ഇതാ എന്റെ ആദ്യത്തെ ശമ്പളം. ബെസ്റ്റ്. സാധാരണ ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോ കാരണവന്മാർക്കാ കൊടുക്ക. ഇതിപ്പോ പണ്ട്. എന്റെ എല്ലാ സന്തോഷങ്ങളും ഞാൻ ആദ്യം പങ്കുവെക്കുന്നത് എന്റെ ഈ വാവച്ചോടൊപ്പാ. കൊച്ചുനാളിലെ ഞങ്ങള് ഇവനെന്താ സർക്കസുകാരൻ? ഞങ്ങൾ കളേഷോട് ആൾക്കാരെ നിർത്ത്. എടാ രാഹുല, നീ വേഗം പൗലോസിനെ പോലീസിനെ വിളിക്ക്. എടാ നീ വണ്ടി എന്താ തന്റെ ഉദ്ദേശം? നീയോ? അതെ, നിന്റെ ആജന്മ ശത്രു. ഇഡിയറ്റ്. എന്റെ പ്രോഗ്രാം കൊളവാക്കാൻ നിന്നെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. നിന്നെ കെട്ടാൻ? ആഹാ, ഇപ്പൊ ശരിയാക്കി തരാം. സർ, പട്ടപ്പകൽ ഇയാളെന്നെ കിഡ്നാപ്പ് ചെയ്തു. എന്നാ ഇപ്പൊ തന്നെ കസ്റ്റഡിയിൽ വെക്കാം. ഇതിലൊന്ന് ഒപ്പിട്ടെ. താങ്ക്സ്. മോൾക്ക് കൊടുക്കാനാ? മോള് പിങ്കിയുടെ വലിയ ഫാനാ. അയ്യോ, അപ്പന്റെ പരാതി. എന്തിനാ കൊച്ചെ ഞങ്ങളിങ്ങനെ മണ്ടന്മാരാക്കുന്നത്? സർ, ഞാൻ പറഞ്ഞ സത്യ. അത് കളാ. എവിടെയാ ക്യാമറ ഒളിപ്പിച്ചിരിക്കുന്നത്? അവൻ ഭീകരവാദിയാ. സാറേ, ആ വണ്ടിയിലെ ക്യാമറ. എന്നാ വിട്ടോ. അടിയാ നോക്ക്. അവന്റെ വിശ്വരൂപം എന്നവൻ കാണും. എന്ത് തോന്നിയാത്തോടെ കാണിച്ചേ? ഇയാൾക്ക് എന്താ വേണ്ടേ? തല്ല് കൊണ്ട പാരമ്പര്യം എനിക്കുള്ളു. അത് താനായിട്ട് തിരുത്തരുത്. പ്ലീസ് ഇങ്ങനെ ചൂടാവാതെ. എന്താ വരല് സൂക്ഷിക്കണ്ടേ? ലുക്ക്, ക്യാമറ ഇസ് ദേർ. വേറൊരു ക്യാമറ. ലഫ്റ്റനന്റ് കമാൻഡർ സഞ്ജയ് നാഥ് ഇവിടുത്തെ നേവി ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ വന്നതാ. ഞങ്ങൾ തമ്മിൽ അങ്ങ് നോർത്തിൽ വെച്ചുള്ള ബന്ധ. സാറ് നേവിയുടെ എയർഫോഴ്സിലെ മിലിറ്ററി ഓഫീസർ ആണെന്ന കാര്യം ഈ മീശയാണ് സത്യം ഞങ്ങൾക്ക് അറിയില്ല. ഇങ്ങനൊരു റിലേഷൻ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ വലിയ പ്രശ്ന. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം നല്ല ചേർച്ചയാ, ശത്രുതയില്. അല്ലാടി കന്യാസ്ത്രീ, ഇവള് ചില്ലറക്കാരി അല്ലട്ടോ. അത് ഞങ്ങൾക്കും അറിയാം. കൊച്ചുനാളിൽ എനിക്കിട്ട് ഒരുപാട് പാര പണിതവളാ. ഇവള് തറയാണെങ്കിൽ ഞാൻ തത്തറയാ. നല്ല കോമ്പിനേഷൻ. ടിവിയില് നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ കാണാറുണ്ട്. സമ്മതിക്കണം. നാട്ടുകാരെ മുഴുവൻ മണ്ടന്മാരാക്കി വലിച്ചെന്ന് നിന്നെ ഒരു മണ്ടിയാക്കണം എന്നുള്ളത് എനിക്കുള്ള ഒരു ആഗ്രഹമായിരുന്നു. അത് ഞാൻ സാധിച്ചെടുത്തു. നിനക്ക് ഞാനൊരു സ്പെഷ്യൽ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് ഇത്രയും പെട്ടെന്ന് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല. ആഹാ, എങ്ങനെയുണ്ട്? നോക്കട്ടെ. നല്ല ചേർച്ച. മുൻകൂട്ടി ഒരു ധാരണ തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതൊരു എപ്പിസോഡ് ആക്കായിരുന്നു. ഞങ്ങളുടെ വ്യൂവേഴ്സിന് നല്ലൊരു ത്രില്ല്. നാശത്തിന് പോകാൻ കണ്ടൊരു നേരെ. എടാ കുട്ടിരാമ,
തിരി. തിരിഞ്ഞു. എന്തായി കാണിക്കണേ? സാറല്ലേ പറഞ്ഞത് തിരിയാൻ? എടാ മരമണ്ട, നിന്ന് തിരിയാനല്ല, മെഴുകുതിരി എടുത്ത് കത്തിക്കാനാ പറഞ്ഞത്. കറണ്ട് വന്നിട്ട് കത്തിച്ച പോലെ ഒറ്റയ്ക്ക് പോവാൻ പേടിയാ. പോയി എടുത്തോണ്ട് വാടാ. രാമ 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 രാമ. ഇവിടെ മാത്രമേ ലൈറ്റ് പോയുള്ളൂ. ഒരു നിഴലി ഞാൻ കണ്ടു. ഓ എന്റെ ബുദ്ധുസേ, അത് പൂജ അകത്ത് പോയതാ. അല്ല, ഇതൊരു ആൺ നിഴല. ഞാൻ കണ്ടതാ. അമ്മേ, ജാദു സ്പേസിൽ നിന്നും വീണതാ. ഈ വീട്ടിൽ ഇത്തിരി സ്പേസ് തരുവാ മോളെ. എന്താടാ? ജാദുവിന്റെ റൂമിലുണ്ട്. എടി മണ്ടി, അത് സിനിമ കണ്ടിട്ട് നിനക്ക് തോന്നിയതാ? ഞാൻ കണ്ടതാ. ഇപ്പൊ ഞാൻ പറഞ്ഞത് വിശ്വാസമായോ? പറ്റിയൊരു മണ്ടനും. ഈ പിള്ളേരുടെ ഒരു കാര്യം, അതിർത്തി കാത്ത ഒരു ധീര ജവാൻ താമസിക്കുന്ന വീടായത്. നീ ഇങ്ങോട്ട് വന്നേ. അയ്യോ, ഇത് എവിടേക്കാ? കടക്ക്. എന്താ? ചെറിയൊരു ഉൾഭയം. ഈ പട്ടാളക്കാരന്റെ മാനം നീ കാക്കണം. ഒന്ന് പിടിച്ചു നിൽക്കാൻ 2 കോട്ട കിട്ടിയേ പറ്റും. മുത്തശ്ശ, എന്റെ കൈവിട്. ഇല്ല, കൈ വിട്ടാ ഞാൻ പേടിക്കും. വീട് ബാറിന്റെ താക്കോൽ എടുക്കട്ടെ. വേഗം വരുമോ? ഇത്ര പെട്ടെന്ന് മിക്സ് ചെയ്താ? താങ്ക്സ്. യു ആർ വെൽക്കം. ആരാ? ഞാൻ ജാദു, സ്പേസിലെ ബാർമാനാ. സ്പൈസി ആയിട്ട് തൊട്ട് നോക്കാൻ ഇത്തിരി അച്ചാറെടുക്കട്ടെ. കുട്ടിപ്പിശാചിനെ ഞാനും കണ്ടു. അത് ടിവിന്ന് പുറത്ത് ചാടിയതാ. പേടിയുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്റെ ചുറ്റും നിന്നോ. നിങ്ങൾക്കൊരു ധൈര്യത്തിന്. എന്താ ഇവിടെ ബഹളം? ആരെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തത്? അപ്പൊ കറണ്ട് പോയതല്ലേ? എനിക്കറിയാം. ഒടുവിൽ ഇതും എന്റെ തലയിലാവും. എന്താ ഇവിടെ സംഭവിച്ചത്? ഞങ്ങൾ ടിവിയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ കറണ്ട് പോയത്. ആ നേരം കൊണ്ടാ ടിവി പുറത്ത് ചാടി. അതിനെ കണ്ട ഇതുപോലെ ഇരിക്കോ? അയ്യോ. വയസ്സ് ഇത്രയായിട്ട് നിന്റെ കുസൃതിത്തരത്തിന് ഒരു കുറവുമില്ല. നീ ഇവിടെ ജോയിൻ ചെയ്യാൻ എത്തിയെന്നും ചിലരെയൊക്കെ കിരീടണിയിച്ച് കൊരങ്ങാക്കിന്നൊക്കെ കരക്കാര് പറഞ്ഞ് ഞാൻ അറിഞ്ഞു. എന്തായാലും സന്തോഷായി. ഇങ്ങനെ ഒരു അവതാരം ഇവിടെ അത്യാവശ്യമായിരുന്നു. പാമ്പിന് ചെങ്കീരിയെ ചേരൂ. പിന്നെ ആ പാലക്കാടൻ ഓലനും കാളനും ഒക്കെ കൂട്ടി ഒരു പിടി പിടിച്ചിട്ട് കുറെ കാലായി. നല്ല വിശപ്പുണ്ട്. ഇങ്ങോട്ട് ജോയിൻ ചെയ്യാൻ വരുമ്പോ നിനക്കൊന്ന് വിളിച്ചറിയിച്ചാലെന്താ? അതാണ് സർപ്രൈസ്. ഈ നാടൻ ചോറും കറിയും കാണുമ്പോ പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ പഠിച്ചിരുന്ന കാലം ഓർമ്മ വരുന്നത്. മെസ്സിലെ ഭക്ഷണത്തിൽ നിന്ന് ആകെ കിട്ടുന്ന ഒരു മോചനം എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ ഒളിച്ചു കയറി കട്ട് തിന്നുന്നതില്ല. അതല്ലേ പറയാൻ വന്നത്. ഫോണേ. നീ എവിടെ പോണു? ഞാനങ്ങ് പോണില്ല. ഫോൺ ആന്റി ഫോൺ. മോളെ ഒന്ന് നോക്കിക്കോണേ. ആഹാ, മാങ്ങാച്ചാർ. ഞാൻ ഇവനെയല്ലേ അന്വേഷിച്ചത്. അതവിടെ കൊണ്ടുവയ്ക്കല്ലേ മോനെ. അയ്യോ, ആരെ താഴെ പോയി? എന്താ പറ്റിയേ? കസേര എവിടെ പോയി? 1 2 3 4 5 6 6 കസേര ഇവിടെ ഉണ്ട്. അപ്പൊ എന്റെ കസേര എവിടെ പോയി? എന്താ ഇത്? എന്ത് കഷ്ടം നോക്കൂ. ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഇരിക്കും. ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ പിന്നെ വീടില്ലല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഇവിടെ ഒരു കുട്ടിച്ചാത്തന്റെ കളിയുണ്ട്. ഈ കസേര മാത്രം എന്താ ഇങ്ങനെ? ഈ കസേര എങ്ങനെ ഉണ്ടാക്കിയിരിക്കണേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടല്ലോ. ഇനി രസം കൂടെ കൂട്ടി ഉണ്ടാ സദ്യ കേമ ഒഴിക്കട്ടെ. അശോ, ഒഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ മേത്താണ് ഒഴിച്ചിരിക്കുന്നത്. ഇപ്പഴാ രസം ശരിക്കും രസമായിട്ട്. സർ, താങ്ക്സ് ഫോർ ദി ഇൻഫർമേഷൻ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് എന്നെ VSM റെക്കമെൻഡ് ചെയ്തു. നിന്റെ കർമ്മത്തിൽ നീ കാണിച്ച ആത്മാർത്ഥതയ്ക്കുള്ള പ്രതിഫലം. അതാണ് നിനക്ക് കിട്ടാൻ പോകുന്ന ഈ വിശിഷ്ട സേവാ.
ഒരിക്കലും അല്ല. അത് ഞാനിവിടെ കാലെടുത്ത് വെച്ച എന്റെ ഐശ്വര്യ. ആന്റി എന്തെങ്കിലും ട്രീറ്റ് ചെയ്യണം. ഇതൊരു ആഘോഷമാക്കി മാറ്റണം. മറ്റവനും വേണം. പിന്നെ അവനില്ലാതെ നമുക്കെന്താ ആഘോഷം? പക്ഷെ ഔട്ട്സൈഡേഴ്സ് ഒന്നും വേണ്ട. അത് ഞങ്ങൾ ആണുങ്ങൾ തീരുമാനിച്ചോളാം.